പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ ക്രിസ്തുവിൽ വന്ദനം പറയുന്നു. ഇന്ന് അല്പനിമിഷത്തെ തിരുവചന ധ്യാനത്തിനായി നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ വായിക്കുന്നില്ല. പ്രാരംഭമായി അതിൻ്റെ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസരിയയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ആത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അത് ഏറ്റവും കൃത്യമായി ശരിയായ നിലയിൽ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുവാൻ തുടങ്ങുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീക നിലവാരത്തിലേക്ക് നമ്മൾ എത്തുന്നത് ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന രക്ഷയും അതിനനുബന്ധമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അവിടുത്തെ തെറ്റിദ്ധരിച്ചവരാണ് ഭൂരിഭാഗവും. താൻ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷത്തെ തൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾ യേശുക്രിസ്തുവിനെ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ശരിയായി ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് അവരെല്ലാവരും യേശുവിനെ സമീപിച്ചത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തെറ്റിദ്ധാരണകളുടെയും ഈ പ്രതിസന്ധികളുടെയും ഒന്നും പശ്ചാത്തലത്തിൽ യേശു തൻ്റെ മിനിസ്ട്രിയിൽ പരാജയപ്പെട്ടില്ല. ദൗത്യത്തിൽ നിന്ന് താൻ പിന്നോട്ട് പോയില്ല. കർത്താവ് തന്നെ ഏൽപ്പിച്ച, പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവ് നിവർത്തിക്കാനിടയായി. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നാം ഈ വചനം മനസ്സിലാക്കാൻ. യേശുവിനെ കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ യേശു സഞ്ചരിച്ച ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുകയാണ്. ഈ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് എടുത്തു പറയാൻ കാരണം, മഹാനായ ഹെരോദ രാജാവിൻ്റെ മകൻ ഫിലിപ്പ്, അദ്ദേഹമാണ് ഈ സ്ഥലം പുതുക്കിപ്പണിത് അതിന് ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പേര് നൽകി. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, റോമൻ ചക്രവർത്തിയായ കൈസറിനോടുള്ള ബഹുമാനാർത്ഥം കൈസറിൻ്റെ പേരും തൻ്റെ പേർ നിലനിൽക്കുന്നതിന് വേണ്ടി ഫിലിപ്പ് എന്ന തൻ്റെ പേരും ഫിലിപ്പിയ എന്ന് ചേർത്ത് ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് അതിനെ നാമകരണം ചെയ്തു. ശരിക്കും ഈ സ്ഥലം റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ വരുന്നതിന് മുമ്പ് ഗ്രീക്ക് ദേവനായ പാനിൻ്റെ സ്ഥലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാനിയാസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പാനിയാസിൻ്റെ ജന്മസ്ഥലം എന്നാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. അവിടെ ഒരു വലിയ ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹാമുഖത്ത് ഈ പാനിൻ്റെയും മറ്റ് ഗ്രീക്ക് ദൈവങ്ങളെയും ആരാധിക്കുന്ന വലിയൊരു ആരാധനകളും ക്ഷേത്രങ്ങളുമൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ആ ഗുഹാമുഖത്തിന് പറയപ്പെട്ടിരുന്നൊരു പേര് നരകത്തിൻ്റെ കവാടം, പാതാളത്തിൻ്റെ കവാടം എന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് യേശു പിന്നീട് പറയുന്നത്, ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന വാക്കുകളൊക്കെ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ്. എന്താ സ്ഥലത്തിൻ്റെ പ്രത്യേകത?
വിഗ്രഹാരാധനയുടെയും ഗ്രീക്ക് ദൈവമായ പാനിൻ്റെയും മറ്റു ഉപദേവതകളുടെയും പേരിൽ വലിയ ആരാധന നടക്കുന്ന ഒരു സ്ഥലം. മാത്രമല്ല ആ പ്രദേശത്ത് വലിയൊരു പള്ളി, മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. വെള്ള മാർബിൾ തീർത്ത ആ മനോഹരമായ ക്ഷേത്രത്തിൽ ചക്രവർത്തി ദൈവമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചക്രവർത്തിയെ ആരാധിക്കുന്ന ഒരു വലിയ ആരാധന നടക്കുന്ന സ്ഥലം. വർഷത്തിലൊരിക്കൽ സാമ്രാജ്യത്തിലെ ജനങ്ങൾ കൂടി വന്ന് ഈ ചക്രവർത്തിയെ കർത്താവെന്ന് വിളിച്ചു പറഞ്ഞ് ആരാധിക്കുന്ന ആരാധനയുടെ സ്ഥലം. അപ്പോൾ ഒരു വശത്ത് ജാതീയമായിട്ടുള്ള ആരാധനയുടെ സ്ഥലം, അപ്പോൾ തന്നെ ചക്രവർത്തിയെ ദൈവമെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ചക്രവർത്തി ആരാധനയുടെ കേന്ദ്രസ്ഥാനം. നരകത്തിൻ്റെ അല്ലെങ്കിൽ പാതാളത്തിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന ആ ഗുഹാമുഖത്ത് നടക്കുന്ന ആരാധനയുടെ കേന്ദ്രം. അങ്ങനെ മതപരമായി വലിയ ജാതീയ ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് സർവശക്തനായ കർത്താവ്, മഹാരാജാവായ ദൈവം, സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാലത്തും ഈ ചോദ്യം കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്താണ് കർത്താവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നത് കർത്താവിന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് നിശ്ചയമായിട്ടും എല്ലാവരുടെയും അഭിപ്രായം അറിയാം. എങ്കിലും ശിഷ്യന്മാരോട് ചോദിച്ചു, എന്താണ് ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നത്? ആ ചോദ്യത്തിന് ഉത്തരമായി അവരിങ്ങനെ പറഞ്ഞു, അങ്ങ് യോഹന്നാൻ സ്നാപകനാണ്, അങ്ങ് ഏലിയാവാണ്, അങ്ങ് ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ ആണ് എന്നവർ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ മതപരമായ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 3 പ്രധാനപ്പെട്ട പ്രവാചക ശ്രേഷ്ഠന്മാരാണ്, ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇവർ 3 പേരും. എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ജനം ഈ 3 പേരെക്കുറിച്ച് യേശുവിനെ താരതമ്യപ്പെടുത്തി പറയാനുള്ള കാരണം ഞാൻ പറയാം. ഒരാദ്യം പറഞ്ഞു, അങ്ങ് യോഹന്നാൻ സ്നാപകനാണ്. യേശുവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ. മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിതെന്ന് തുടങ്ങി മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരപ്പെടുവീ. യഹൂദ മരുഭൂമിയിൽ മാനസാന്തരത്തിന്റെ ശബ്ദം പ്രസംഗിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചില്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഭിഷേകത്തോടെ കൃപയോടെ മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറഞ്ഞ് യേശുവിന് വഴികാട്ടിയായി തീർന്ന യോഹന്നാൻ അല്ലേ? നീതിക്ക് വേണ്ടി നിന്നതുകൊണ്ട് അന്തഃപുരത്തിലെ രഹസ്യങ്ങൾ, ഇരുട്ടിലെ അന്തഃപുരത്തിലെ രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞത് നിമിത്തം തലഛേദിക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ, ധൈര്യവാനായ കരുത്തനായ പ്രവാചക ശബ്ദം. ആളുകൾ യേശുവിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു. നമ്മൾ ബൈബിൾ വായിക്കുന്നത് യോഹന്നാൻ പ്രസംഗിച്ച് നിർത്തിയെടുത്ത് യേശു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് മാനസാന്തരത്തെക്കുറിച്ചാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും. യേശുവിൻ്റെ ഈ മാനസാന്തരത്തിൻ്റെ സന്ദേശം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ആളുകളെ ചിന്തിപ്പിച്ചു. ആളുകൾ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. രാജ്യം ഭരിച്ച രാജാവും ഈ വാക്ക് ആവർത്തിച്ചു, യോഹന്നാൻ മരിച്ചു, മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ടാകുന്നു അവനിൽ ഈ ശക്തികൾ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ആൾ ഏലിയാവാണ്. ഏലിയാവിനെ കുറിച്ച് പറയാൻ കാരണം നമുക്കറിയാം, ഇസ്രായേലിനെ ഇത്രയാഴത്തിൽ സ്വാധീനിച്ച മറ്റൊരു പ്രവാചകനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആഹാബിനെ പോലെ ദുഷ്ടനായ ഒരു രാജാവിൻ്റെ കാലത്ത് പ്രധാനമായും ഇസ്രായേൽ പാപത്തിൽ അകപ്പെട്ട് ദൈവത്തിൽ നകർന്ന അന്യ ആരാധനയിലേക്കും ബാലിൻ്റെയും ഒക്കെ പുറകെ പോയിരുന്ന ഒരു കാലഘട്ടം.
കർമ്മേൽ മുകളിൽ ജനത്തെ വിളിച്ചുകൂട്ടിയ യഹോവ ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ, ബാലെങ്കിലോ അവനെ സേവിപ്പീൻ എന്നരുളി ചെയ്ത് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗത്വം ദഹിപ്പിക്കുന്ന ദൈവമത്രേ സത്യദൈവമെന്ന് ബാലിൻ്റെയും പ്രവാചകന്മാരെയും വെല്ലുവിളിച്ച് സ്വർഗത്തിൽ തീയിറക്കി ഒരു ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിച്ച പ്രവാചക ശ്രേഷ്ഠൻ, ഒടുവിൽ മരണം കൂടാതെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാചക വര്യൻ, യേശുക്രിസ്തുവിൻ്റെ പ്രവാചക ശബ്ദം കലർന്ന ശുശ്രൂഷ കണ്ടിട്ട് മലാക്കിയിലെ പ്രവചനങ്ങൾ ഓർത്ത് അവർ വിളിച്ചു പറയുകയാണ്, ഇത് ഏലിയാവാണ്. മൂന്നാമത് അവർ പറഞ്ഞത് ഇരമ്യാവിൻ്റെ പേരാണ്. ഇസ്രായേലിയ മതചരിത്രത്തിൽ പ്രവാചക ശുശ്രൂഷയിൽ ഇരമ്യാവ് വേറിട്ട് നിൽക്കുന്നയാളാണ്. എന്താ ഇരമ്യാവിൻ്റെ പ്രത്യേകത? ഇരമ്യാവ് പ്രവാചകൻ എന്ന നിലയിൽ ശക്തമായി ന്യായവിധിയുടെ ദൂതുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ശിക്ഷയുടെ ദൂതുകളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ പ്രവാചകനെ കുറിച്ച് നാം വായിക്കുന്നത് ഇസ്രായേലിൻ്റെ പാപം നിമിത്തം അവരുടെ മേൽ വരുന്ന ന്യായവിധി ഓർത്ത് കരയുന്ന ഒരു പ്രവാചകനായിരുന്നു ഇരമ്യാവ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കരയുന്ന പ്രവാചകൻ എന്ന് പേര് വന്നത്. യേശുക്രിസ്തുവിനെ ജനം നോക്കി അവിടുത്തെ മനസ്സലിവ്, പുരുഷാരത്തെ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ മനസ്സലിവുണ്ടായി. രോഗിയായി കിടക്കുന്നവനെ, കഷ്ടപ്പെടുന്നവനെ, ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ ഒക്കെ കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കി. യേശുവിൻ്റെ ഈ കരുണയുടെയും ആർദ്രതയുടെയും ശുശ്രൂഷ കണ്ട് ജനം വിളിച്ചു പറഞ്ഞു, ഇവൻ ഇരമ്യാവാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഈ 3 പേരുകളും മോശം പേരുകളൊന്നുമല്ല. ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്. വളരെ മോശപ്പെട്ട പേരുകളല്ല അവർ പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ വളരെ ആദരിക്കപ്പെട്ട മനുഷ്യനാണ്. ഏലിയാവ് വളരെ ആദരവ് കിട്ടിയ മനുഷ്യനാണ്, പ്രവാചകനാണ്. ഇരമ്യാവും അങ്ങനെ തന്നെ വളരെ ആദരവ് നേടിയ ഒരു പ്രവാചകനാണ്. പക്ഷേ എന്താണ് ഈ 3 പേരുകൾ പറഞ്ഞതുകൊണ്ടുണ്ടായ പ്രശ്നം? അല്ലെങ്കിൽ ഈ 3 പേരിൽ യേശുവിനെ പരിചയപ്പെട്ടതോ അല്ലെങ്കിൽ യേശുവിനെ അവർ മനസ്സിലാക്കിയതിൽ എന്താണ് പ്രശ്നം? ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഇവർ 3 പേരും പ്രവാചകന്മാരും ശ്രേഷ്ഠന്മാരൊക്കെ ആണെങ്കിലും ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന നസ്രായൻ കേവലം ഒരു പ്രവാചകനല്ല, കേവലം ഒരു അത്ഭുത പ്രവർത്തകനല്ല. അവർ വിചാരിച്ചതുപോലെ ഏലിയാവിനെ പോലെ ഒരു പ്രവാചകനല്ല, പകരം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. സകലത്തെയും തൻ്റെ കയ്യിൽ വഹിക്കുന്ന, സകല ചരാചരങ്ങൾ സൃഷ്ടിച്ച സർവാതിശായിയായ ദൈവമായ കർത്താവാണ് അവിടുന്ന് എന്ന വലിയ വെളിപ്പാട് ഇവർക്ക് ലഭിച്ചില്ല. ഈ വെളിപ്പാട് ഇവർക്ക് ലഭിക്കാത്ത കാലത്തോളം ഇവർ പറഞ്ഞതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് തെറ്റുപറ്റുകയാണ്. നാം ലോകത്തിലേക്ക് നോക്കിയാൽ ആളുകൾ ഇങ്ങനെ കർത്താവിനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ പറഞ്ഞ ഈ 3 കാര്യം മാത്രമല്ല, പല നിലയിൽ ആളുകൾ യേശുവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ തെറ്റിദ്ധാരണകളൊന്നും യേശുവിനെ പിതാവേൽപ്പിച്ച ശുശ്രൂഷയിൽ നിന്ന് അകറ്റിയില്ല. അല്ലേ? ദൈവപുത്രൻ എന്ന ആ വലിയ മഹത്വത്തെ ആളുകൾ തിരിച്ചറിയാതെ കേവലം മനുഷ്യനായി, കേവലം ഒരു പ്രവാചകനായി, കേവലം അല്ലേ ഒരു ദൈവദാസനായി യേശുവിനെ തരം താഴ്ത്തിയപ്പോൾ കർത്താവ് വിഷമിച്ചില്ല, അവിടുന്ന് ദുഃഖിച്ചില്ല, അവിടുന്ന് അതിൽ ഭാരപ്പെട്ടില്ല. ആളുകളുടെ ഇത്തരം വാക്കുകളിൽ കർത്താവിന് വിഷമം തോന്നിയില്ല. ഞാൻ തുടർന്നങ്ങോട്ട് പറയും. ഈ പേരുകൾ മാത്രമല്ല, പല നെഗറ്റീവായ മോശകരമായ പേരുകളിലും യേശുവിനെ വിളിച്ചിട്ടുണ്ട്, യേശുവിനെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പിന്നാലെ അത് പറയുന്നതായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവരുടെ, മറ്റു മനുഷ്യരുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായത്തിൻ്റെ പേരിലോ അവരുടെ പുകഴ്ചയുടെ പേരിലോ അവർ താഴ്ത്തിയതിൻ്റെ പേരിലോ കർത്താവ് ഉയരുകയോ താഴുകയോ ചെയ്തില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു തൻ്റെ ഐഡൻറ്റിറ്റി വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, പിതാവായ ദൈവത്തിങ്കിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, യോഹന്നാൻ്റെ കൈക്കീഴിൽ, യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ
ഒരു വലിയ കാഴ്ച അവിടെ കണ്ടു. സ്വർഗം തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിന് മേലിറങ്ങി വരികയാണ്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊരു പക്ഷേ നമ്മെ വേണ്ടതുവണ്ണം മനസ്സിലാക്കിയെന്ന് വരില്ല. ആളുകൾ നമ്മെ തിരിച്ചറിഞ്ഞെന്ന് വന്നില്ല. നമ്മുടെ വിളിയോ, നമ്മുടെ മേലുള്ള നിയോഗമോ, നമ്മിലുള്ള അഭിഷേകമോ, നാം ആരാണെന്നോ ആളുകൾ തിരിച്ചറിയാതെ പലതും ആളുകൾ പറഞ്ഞേക്കാം, തെറ്റിദ്ധരിച്ചേക്കാം, കുറ്റം പറഞ്ഞേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ നടത്തിയേക്കാം. പക്ഷേ യേശു കർത്താവിന് ഉറപ്പുണ്ടായിരുന്നത് പോലെ എനിക്കും നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, ഞാനൊരു കർത്താവിൻ്റെ ദാസനാണ്, ഞാനൊരു കർത്താവിൻ്റെ ദാസിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്. ഈ ബോധ്യം, ഈ ഉറപ്പ് ആർക്കുണ്ടാകുമോ അവർ മറ്റുള്ളവരുടെ വാക്കുകളിൽ, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളിൽ അവരുടെ ജീവിതം തകരില്ല, അവരുടെ ആത്മജീവിതം മുന്നോട്ട് പോകും. കാരണം ഒരാളുമല്ല അവരെ അംഗീകരിക്കുന്നത്, ഒരാളുടെയും സർട്ടിഫിക്കറ്റിലല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് ഉയരത്തിൽ അവരെ അംഗീകരിച്ച ഒരു പിതാവുണ്ട് എന്ന ബോധ്യം ആർക്കിന്ന് വചനം കേൾക്കുന്നവർക്കുണ്ടോ, നിങ്ങളുടെ ജീവിതം ധന്യമാകുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദിവസങ്ങളിൽ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. ദൈവവും നാമും തമ്മിലുള്ള ബന്ധം ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, എന്നെ അയച്ചവൻ എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സേവിച്ചാരാധിക്കുന്ന ദൈവം നമ്മളെ അയച്ചതാണ്, നമ്മളെ വിളിച്ചതാരാണ്, നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് ആരാണ്, നമ്മുടെ കൂടെയുള്ളത് ആരാണ്, ആ ഒരു ബോധ്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ, കുറ്റം പറച്ചിലുകൾക്കിടയിൽ അല്ലേ നാം നിലനിൽക്കാനുള്ള കാരണം. നമ്മെ വിളിച്ച ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങളിൽ പറയുന്നത് പോലെ ആ ഒരു വലിയ വിളിയും ആ വലിയൊരു നിയോഗവും നമ്മുടെ മേലുണ്ട്. അത് ഈ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞാൽ ഒരാളുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കേണ്ടി വരില്ല. ഒരാളും നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു എന്തുകൊണ്ട് ഇത്തരം വാക്കുകൾ കേട്ടിട്ട് അതിന് നടുവിൽ അതിന് വലിയ പരിഗണന കൊടുത്തില്ല? ഏലിയാവെന്ന് പറഞ്ഞപ്പോഴോ, ഇരമ്യാവെന്ന് പറഞ്ഞപ്പോഴോ, യോഹന്നാൻ സ്നാപകനാന്ന് പറഞ്ഞപ്പോഴോ, അതെല്ലാം ഒരുപക്ഷെ മാനുഷികമായി നോക്കിയാൽ വലിയ വലിയ ഉയർച്ചയാണ്, വലിയ വാക്കുകളാണ്. പക്ഷേ ദൈവപുത്രനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം സൃഷ്ടികളുടെ പേരാ. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, അവിടുത്തെ ഓമനകുമാരനെ, സകലവും ഭരിക്കുന്ന ദൈവത്തിനെ കേവലം മനുഷ്യരോട്, കേവലം പ്രവാചകന്മാരോടൊക്കെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ വാസ്തവത്തിൽ ആ കാര്യത്തിൽ കർത്താവിന് വിഷമം തോന്നേണ്ടതാണ്. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, അയച്ചതാരാണെന്ന് എനിക്കറിയാം, എൻ്റെ കൂടെ ഉള്ളത് ആരാണെന്ന് കർത്താവിനറിയാം. നമ്മുടെയും ജീവിതത്തിൽ ആ ഒരു ഉറപ്പുണ്ടാകട്ടെ. ഒരുപക്ഷെ വേല ചെയ്യുന്ന പാസ്റ്റർമാർ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിളിയെ ആരും അംഗീകരിച്ചിട്ടില്ലെന്ന് വന്നേക്കാം, നിങ്ങളുടെ ശുശ്രൂഷ ആരും പരിഗണിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷെ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്നെ വിളിച്ചതാരാണ്, എന്നെ നിയോഗിച്ചതാരാണ്, ആ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് ഇതിനെ കാര്യമായി പരിഗണിക്കാത്തതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, അതുകൊണ്ടാണ് യേശു അന്നേരം തന്നെ പറയുന്നുണ്ട്, ഓക്കെ, അവരങ്ങനെയാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നതാണ് കർത്താവിന് പ്രധാനം. ശിഷ്യന്മാരുടെ അഭിപ്രായത്തിനാണ് കർത്താവ് വില കൊടുക്കുന്നത്. മറ്റുള്ളവർ പറയുന്നത് ഓക്കെ, അത് കർത്താവിനറിയാം എന്തൊക്കെയാണെന്ന്. ഇവർ പറയാതെ തന്നെ യേശുവിനറിയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് യേശു അതിന് വലിയ വില കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ അതിനകത്ത് കാര്യമായി ശ്രദ്ധിക്കാഞ്ഞത്? അതിൻ്റെ കാരണം ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആളുകൾ എപ്പോഴും വളരെ തെറ്റായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നവരാണ്, പുറമേ കണ്ട് വിലയിരുത്തുന്നവരാണ്, പുറമേ കണ്ട് ആളുകൾ പലതും പറയുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മെക്കുറിച്ച് ശരിയായത് പറയുന്ന ഒരേ ഒരാൾ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും നിങ്ങൾ പറയേണ്ടത്, മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരാണ് ഞാനും നിങ്ങൾ. ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. നമുക്ക് മനസ്സില്ലെങ്കിലും, നമുക്ക് ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും, ആ വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയത്തില്ലെങ്കിലും, പുറമേ കണ്ട് നമ്മൾ വളരെ വേഗം അഭിപ്രായങ്ങൾ പറയും, വിലയിരുത്തൽ നടത്തും. അവൾ അങ്ങനെയാണ്, ഇവനിങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു അപകടമാണ്. നമുക്കറിയില്ല, ശരിക്കും അറിയില്ല. ഓരോ വ്യക്തിക്കും
ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം നമുക്കറിയില്ല. ഓരോ വ്യക്തിയുടെയും ആത്മീയ നിലവാരത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പുറമേ കാണുന്നത് വെച്ചാണ് നമ്മൾ പലപ്പോഴും വിലയിരുത്തുന്നത്. അതിൽ വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇത് വിളിച്ചു പറയുന്നു. അവർ യേശുവിനെ ഏലിയാവെന്നും സ്നാപക യോഹന്നാനെന്നും ഇരമ്യാവെന്നൊക്കെ പറഞ്ഞെങ്കിലും അതെല്ലാം വലിയ അബദ്ധങ്ങളായിരുന്നു. യേശു അതൊന്നും ആയിരുന്നില്ല. ഇതാ പുറമേ കണ്ട് വിലയിരുത്തുന്നവർ. പക്ഷേ ശരിയായി വിലയിരുത്തുന്ന ഒരുവനുണ്ട്. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിന് മാത്രമേ വിലയുള്ളൂ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി മറ്റുള്ളവർ നല്ലത് പറയാം. ഞാൻ ഈ പറഞ്ഞതുപോലെ പുറമേ ചിലതൊക്കെ കാണിച്ചാൽ മതി, പുറമേ അഭിനയിച്ചാൽ മതി. പുറമേ നിങ്ങളൊരു ഭക്തനായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങിയാൽ, അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി അഭിനയിക്കാൻ തുടങ്ങിയാൽ ആളുകൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, നിങ്ങൾ ഭക്തനാണ്, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾ ഏറ്റവും മെച്ചമായവരാണ്. പക്ഷേ നിങ്ങൾ അറിയണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാത്രമേ വിലയുള്ളൂ. ഇയ്യോബിനെ നോക്കി ദൈവമാണ് പറഞ്ഞത്, ഇയ്യോബിനെ പോലെ അല്ലെ നിഷ്കളങ്കൻ വേറെ ആരുമില്ല, ദൈവത്തെ ഭയപ്പെടുന്നവൻ വേറെ ആരുമില്ല, അവനെപ്പോലെ നീതിമാൻ മറ്റാരുമില്ല. ഇത് പഠനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അഭിപ്രായത്തിനാണ് വില. യേശു ക്രിസ്തുവിനെ നോക്കി പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആളുകൾ തെറ്റിദ്ധരിക്കുന്നവരാ, തെറ്റിദ്ധരിപ്പിക്കുന്നവരാ, തെറ്റായ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്, തെറ്റിദ്ധരിച്ചു പറയുന്നവരാണ്. പക്ഷേ തെറ്റിദ്ധരിച്ചല്ല, നമ്മെക്കുറിച്ച് ശരിയായ അഭിപ്രായം പറയുന്ന കർത്താവിനെയാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നത്. നഥനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. കർത്താവ് നമ്മളെ പുകഴ്ത്തട്ടെ. കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ആളുകൾ പറയുന്ന അബദ്ധങ്ങൾ കേട്ട്, ആളുകൾ പറയുന്ന കുറ്റങ്ങൾ കേട്ട്, ആളുകൾ പരത്തുന്ന തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം പരാജയപ്പെടരുത്. ദൈവത്തിങ്കിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്നവരായി നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. യേശു എന്തുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ആ അഭിപ്രായങ്ങൾ ഏറ്റെടുത്തില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, കർത്താവ് ഒരിക്കലും മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിച്ച ആളല്ല. മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കേണ്ടി വരും. അത് നമ്മളെ ഒരു വലിയ കപടത്തിലേക്കും ഒരു ആത്മീയ കാപട്യത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശുവിൻ്റെ കാലത്ത് പരീശന്മാരുണ്ടായിരുന്നു, ശാസ്ത്രിമാരുണ്ടായിരുന്നു. എന്താണ് അവരുടെ പ്രശ്നം? അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിച്ചവരാണ്. അപ്പോസ്തലൻ മത്തായി സുവിശേഷം 23-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവരോട് പറയുകയാണ്, പരീശന്മാരെ കുറിച്ച് പറയുകയാണ്. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ ദൈവമെന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുന്ന പരീശന്മാർ, ഇതുപോലെ ആളുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കേൾക്കാൻ, ആളുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വിളിപ്പേര് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പലതും ചെയ്യുന്നവരുണ്ട്, പലതും ചെയ്തു കൂട്ടുന്നവരുണ്ട്. നിങ്ങളറിയണം, അത് ദൈവത്തിന് മുമ്പാകെ മാന്യമല്ല, ദൈവത്തിന് മുമ്പാകെ അത് സ്വീകാര്യമല്ല. ദൈവത്തിന് മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അംഗീകാരത്തിന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. മനുഷ്യനെ പ്രസാദിപ്പിക്കുക വളരെ എളുപ്പമാണ്. പുറമേയുള്ള കാഴ്ചകൾ കണ്ട് മനുഷ്യർ പലതും വിശ്വസിക്കുകയും പലതും പറയുകയും ചെയ്യും. പക്ഷേ അകമേ കണ്ടിട്ടാണ് നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ധന്യനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കില്ല. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കണ്ട. നിങ്ങളെ ആളുകൾ അംഗീകരിച്ചില്ലെന്ന് വന്നേക്കാം, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ നന്മ ആളുകൾ കണ്ടില്ല എന്ന് വന്നേക്കാം, ആളുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മാന്യത തന്നു എന്ന് വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയപൂർവ്വം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നിങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ സമർപ്പണം അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവത്തോടുള്ള സ്നേഹം അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ വിളിച്ച ദൈവമുണ്ട്. അവൻ തക്ക സമയത്ത് നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. എന്തുകൊണ്ട് കർത്താവ് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചില്ല, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ അത്തരം പേരുകൾക്ക് പ്രസക്തി കൊടുത്തില്ല?
മനുഷ്യരുടെ വിളിപ്പേരുകൾക്ക് അംഗീകാരം കൊടുത്തില്ല. അതിൻ്റെ കാരണം അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, ഈ മനുഷ്യൻ്റെ അംഗീകാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ തരുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ക്ഷണനേരം കൊണ്ട് മാറും. ഇന്ന് ഒരഭിപ്രായം പറയും, അടുത്ത ക്ഷണത്തിൽ ആ അഭിപ്രായത്തിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. നാം വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ജനം വന്നിട്ട് അവർ യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പിന്നെയും യേശു തനിച്ച മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പം ഇസ്രായേൽ മക്കൾ യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കർത്താവ് അതിന് നിന്ന് കൊടുത്തില്ല. കർത്താവ് അവിടെ നിന്ന് ഓടിപ്പോയി. ആരും പിടിച്ച് രാജാവാക്കുന്നത് കൊണ്ട് രാജാവായവനല്ല ക്രിസ്തു. അവിടുന്ന് രാജാതിരാജാവായി പിറന്നവനാണ്. മനുഷ്യൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്ത് രാജാവാകുന്നവരുണ്ട്. സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നേടുന്നവരുണ്ട്. മനുഷ്യർ നേതാവാക്കുന്നവർ, മനുഷ്യർ നേതൃത്വം നൽകുന്നവർ, മനുഷ്യർ പിടിച്ച് രാജാവാക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് പോലെ അല്ലേ? ഇന്ന് പല നിലയിലെ നേതൃത്വങ്ങളിലേക്കും ഒക്കെ വരുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇലക്ഷനൊക്കെ അടക്കുമ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത്. മനുഷ്യരാണ് ഇവരെ രാജാവാക്കുന്നത്. എന്താ അതിൻ്റെ ഒരു പ്രശ്നം? എന്താ അതിൻ്റെ ഒരു പ്രതിസന്ധി? മനുഷ്യൻ രാജാവാക്കിയാൽ, മനുഷ്യനെ ഉയർത്തിയാൽ, മനുഷ്യനൊരു സ്ഥാനം തന്നാൽ, മനുഷ്യൻ നിങ്ങളെ മാനിക്കാൻ തുടങ്ങിയാൽ അടുത്ത ഒരു വലിയ പ്രതിസന്ധി ഈ മനുഷ്യർ കുറച്ച് കഴിയുമ്പോൾ മാറും. നമുക്ക് തന്നെ അറിയാം, 5 വർഷത്തേക്ക് ഭരണ സംവിധാനമാക്കി കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് ഭരണത്തോട് എതിർപ്പുണ്ടാകുന്നു, ഇഷ്ടക്കേടുണ്ടാകുന്നു, അതൃപ്തി ഉണ്ടാകുന്നു. അടുത്ത പ്രാവശ്യം ഇവർ തന്നെ ആരെയാണോ ആക്കി വെച്ചത് അവരെ താഴേക്ക് വലിച്ചിടുന്നു. യേശുക്രിസ്തുവിനെ രാജാവാക്കാൻ തയ്യാറായി വന്ന കൂട്ടം ഇതാ യേശു അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. യേശുവിനെ ഒരു മനുഷ്യനും യേശുവിനെ രാജാവാക്കണ്ട. അവിടുന്ന് രാജാതിരാജാവാൻ പിതാവ് തന്നെ അഭിഷേകം ചെയ്ത് വിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവാണ് തന്നെ ഉയർത്തുന്നത്, പിതാവാണ് തന്നെ മാനിക്കുന്നത്. എന്താ ജനത്തിൻ്റെ പ്രശ്നം? ഇവരിന്ന് എന്തെങ്കിലും പറയും, അടുത്ത നിമിഷം അവർ മാറുകയാണ്. നമുക്കറിയാം, ഇതേ ഇസ്രായേൽ മക്കൾ, ഇതേ ജനം, ഇതേ യഹൂദന്മാർ യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചതാണ്. ഇതേ അവർ കർത്താവിൻ്റെ ക്രൂശീകരണത്തോട് അടുത്ത് വരുന്ന ആ സമയത്ത് അതിനു മുമ്പായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പോകുന്ന ഭാഗം നമുക്കെല്ലാവർക്കും പരിചിതമുള്ളതാണ്. ദാവീദിൻ്റെ പുത്രന് ഹോശന്ന ഹോശന്ന എന്ന് വിളിച്ച് എല്ലാവരും ആർത്ത് സന്തോഷിക്കുകയാണ്. അവരുടെ വസ്ത്രങ്ങളെ വിരിക്കുകയാണ്. എന്താ? ഇതേ ജനം, ഹോശന്ന വിളിച്ച അതേ ജനം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പീലാത്തോസിന് മുമ്പിൽ നിന്ന് അലറി വിളിക്കുകയാണ്, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക, ഇവനെ ക്രൂശിക്ക. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് യേശു ജനത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിച്ചില്ല? ജനത്തിൻ്റെ അഭിപ്രായമനുസരിച്ച് തൻ്റെ ജീവിതത്തെ ട്യൂൺ ചെയ്തില്ല, തൻ്റെ ശുശ്രൂഷയെ ക്രമപ്പെടുത്തിയില്ല. ജനം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അംഗീകാരങ്ങളും സപ്പോർട്ടുകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും വേണ്ടി മാത്രം നിങ്ങളുടെ ജീവിതവും ശുശ്രൂഷയും നിങ്ങളുടെ കുടുംബവും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നോക്കുക, ദൈവ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. കാരണം ജനത്തിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഇന്ന് നിങ്ങൾക്ക് ഹോശന്ന പാടുന്നവർ നാളെ നിങ്ങളെ ക്രൂശിക്കാൻ പറയും. യേശുവിനതറിയാം. യേശു അതുകൊണ്ട് ജനത്തിൻ്റെ ഇഷ്ടത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഞാൻ ഈ ഭാഗത്തിൻ്റെ അവസാനമായി പറയട്ടെ, കർത്താവ് എന്തുകൊണ്ട് ജനത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചില്ല? നമ്മൾ എന്തുകൊണ്ട് ജീവിക്കരുത്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ജനത്തിൻ്റെ ഇഷ്ടത്തിന് നാം വഴങ്ങിക്കൊടുത്താൽ, മറ്റുള്ള ഹിതത്തിനു വേണ്ടി നമ്മുടെ ആത്മജീവിതവും നമ്മുടെ ശുശ്രൂഷയും ഒക്കെ വെച്ചു കൊടുത്താൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നാം ഇവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു വലിയ ഗതികേടിലേക്ക് പോകുമെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മറ്റുള്ളവരുടെ മുൻഗണനകൾക്കും വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പുകഴ്ചയ്ക്ക് ലഭിച്ചേക്കാം, അവർ ഉയർത്തിന്ന് വന്നേക്കാം, അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കാൻ തുടങ്ങുമ്പോൾ അംഗീകാരങ്ങളൊക്കെ ലഭിച്ചെന്ന് വന്നേക്കാം. പക്ഷേ അല്പനിമിഷം കഴിയുമ്പോൾ പിന്നെയെല്ലാം അവർ പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും.
അല്ലെ? അവർ പിടിച്ച് രാജാവാക്കിയാൽ അവർ പറയുന്നത് പോലെ ഭരിക്കേണ്ടി വരും. പക്ഷേ അവനെ രാജാവാക്കുന്നത് പിതാവാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് നിവർത്തിക്കേണ്ടത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ശുശ്രൂഷയും ഒക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവഹിതം നിവർത്തിക്കുന്നവരായി മാറണം. കർത്താവ് പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെയും നരകത്തിൽ തള്ളിയിടുന്നവനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. യേശുക്രിസ്തു മനുഷ്യൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിച്ചില്ല. ദൈവത്തിൻ്റെ അംഗീകാരവും ദൈവമഹത്വവുമായിരുന്നു യേശുവിൻ്റെ ചിന്ത. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യാൻ തന്ന ശുശ്രൂഷ, ആ പ്രവൃത്തി ഞാൻ തികച്ചുമിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മഹത്വകരമായ ശുശ്രൂഷ, ആ പ്രവൃത്തി, അത് നിവർത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കോംപ്രമൈസ് ചെയ്ത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും അംഗീകാരത്തിനും വേണ്ടി ജീവിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിളിയെ തകർക്കുവാനോ അല്ലെങ്കിൽ ആ വിളിക്ക് വിരോധമായി ജീവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനുമല്ല, ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. യേശു കർത്താവ് അതാണ് ചെയ്തത്. മനുഷ്യൻ്റെ ഇഷ്ടമോ മനുഷ്യൻ അവനെ വിളിച്ച വിളിപ്പേരുകളോ ഒന്നുമല്ല. ഞാനിന്ന് നെഗറ്റീവായി യേശുവിനെ ഒരുപാട് പേരുകൾ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് സ്പർശിച്ചിട്ടില്ല. ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ ആൾക്കാർ നടത്തിയിട്ടുണ്ട്. അതും അവരുടെ തെറ്റായ കണ്ടെത്തലിൻ്റെ ഭാഗമാണ്, പുറമേയുള്ള നോട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മളെയും ഇങ്ങനെ ആളുകൾ കുറ്റപ്പെടുത്താനും ഇകഴ്ത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തെയും വിളിയെയും നിയന്ത്രിക്കുന്നത്, ദൈവമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞ പുകഴ്ചകളോ മറ്റുള്ളവർ തനിക്ക് എതിരെ പറഞ്ഞ അപമാന വാക്കുകളോ ഒന്നും യേശു പരിഗണിച്ചില്ല. മറ്റുള്ളവർ എന്തു പറയുന്നുള്ളത് യേശുവിന് വിഷയമല്ല. കാരണം അവിടത്തെക്കുറിച്ച് പിതാവ് എന്തു പറഞ്ഞു എന്നുള്ളത് അവിടത്തേക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് ചോദിച്ചത്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അവർ ആ വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ ഒരു വിശദീകരണവുമില്ല. കർത്താവിന് അറിയേണ്ടത് നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ആരെന്ന് പറയുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതിലും പ്രധാനമാണ്. ആ ചോദ്യത്തെക്കുറിച്ചും അതിൻ്റെ ഉത്തരത്തെക്കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. വചനം കേട്ട എല്ലാവർക്കും കർത്താവിൽ ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.